ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കിയ സാധനം കാണിച്ചു തരാവേ. ഏത്തയ്ക്ക പഴുക്കാതെ ജസ്റ്റ് ചനച്ച് തുടങ്ങിയത്. ഇത് നമുക്ക് ആരോഗ്യത്തിന് ഒത്തിരി ഗുണം ചെയ്യും. നമുക്ക് ഏത് ഏജിലുള്ളവർക്കും കഴിക്കാം. രാവിലെ കുട്ടികൾ പോകുമ്പം ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കണം. മുറിച്ചിട്ട് നമ്മൾ നന്നായി പുഴുങ്ങി അവർക്കൊരു ഇച്ചിരി തേൻ, ഇത് കുഞ്ഞു പീസാക്കി കഴിഞ്ഞ് ഇച്ചിരി തേനും കൂടെ കൂട്ടി നമുക്ക് കൊടുത്താണല്ലോ ഒരു 3-4 മണിക്കൂറത്തേക്ക് വിശക്കത്തില്ല. അതുപോലെ നമുക്ക് ചെറിയ കുട്ടികൾക്കും പ്രായമുള്ളവർക്കും കഴിക്കാം. അത് ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്ക് ഏത്തപ്പഴം പഴുത്തത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, ഷുഗർ കൂടും. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ചനച്ച് തുടങ്ങണത് അതിങ്ങനെ രണ്ടാക്കി മുറിച്ചിട്ട് ഇങ്ങനെ മുറിച്ച് ആവി കയറ്റി പുഴുങ്ങണം. എന്നിട്ട് അങ്ങനെ അത് കുഞ്ഞു പീസായിട്ട് കഴിച്ചാൽ നമുക്ക് വിശക്കത്തില്ല. അതുപോലെ ഇപ്പം നമ്മൾ രാവിലെ ജോലിക്ക് പോവുക, വേറെ ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയില്ല. ഇങ്ങനത്തെ അധികം പഴുക്കാതെ ചനച്ച് തുടങ്ങണത് അതെടുക്കുക, കഴിക്കുക. ഇപ്പം ഷുഗറൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇച്ചിരി കുഞ്ഞു പീസാക്കിയിട്ട് ഇച്ചിരി തേനും കൂടെ കൂട്ടി അത് കഴിക്കാം. അപ്പം നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റാണ് കേട്ടോ ഇത്. ഏത്തപ്പഴം എന്ന് പറയാൻ പറ്റത്തില്ല, പച്ചക്കായാണ്, ചനച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം. ഇതുകൊണ്ട് നമുക്ക് നല്ല ഇതുമായിട്ട് ഒരു അയണും വൈറ്റമിൻസൊക്കെ ഒരുപാടുണ്ട്. ആവിക്ക് വെച്ച് പുഴുങ്ങണം, വെള്ളത്തിലിട്ട് പുഴുങ്ങരുത്. എന്നിട്ട് മുറിച്ച് കഴിയുമ്പോൾ അത് തണുത്ത് കഴിഞ്ഞ് കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. എല്ലാവരും ചാനൽ ഫോളോ ചെയ്യണം, ലൈക്ക് ഷെയർ ചെയ്യണേ.